ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രുതീസ് ഫുഡ് ലാബ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പുൾമിയപ്പ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. റഷ്യൻ ഹണി കേക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. റഷ്യൻ ഹണി കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ 5 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ടായാലും നിങ്ങൾ ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് എടുത്ത് ഞാനിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയാൽ മതിയാവും. ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിനായിട്ടൊരു ബൗളിൽ 1 കപ്പും 3 ടേബിൾ സ്പൂൺ മൈദയും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതും കൂടി നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ഹണി ബട്ടർ സിറപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ടൊരു പാനിലേക്ക് 1/4 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. മെൽറ്റ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് 1/4 കപ്പ് തേനും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫ്ലെയിം ലോയിൽ തന്നെ സെറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത് അത്യാവശ്യം തിളച്ച് തുടങ്ങുമ്പോഴേക്ക്, അതായത് ബബിൾസ് ഒക്കെ വന്ന് തുടങ്ങുന്ന സ്റ്റേജിൽ നമ്മളിതിലേക്ക് 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് പതഞ്ഞു വരും. ആ ഒരു സ്റ്റേജിൽ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഫ്ലെയിം ഇപ്പോഴും ലോയിൽ തന്നെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു കളറാകുമ്പോഴേക്ക് നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് ചൂട് മാറാൻ വേണ്ടിയിട്ട് വെക്കാം. ചൂട് മാറിയതിന് ശേഷം നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മുട്ട ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. മുട്ടയുടെ മിക്സ് ഇപ്പോൾ പകുതിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മൈദ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് വഴിയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതാകുമ്പോൾ തരികളൊന്നും ഇല്ലാതെ കറക്റ്റ് ബാറ്ററായിട്ട് തന്നെ നമുക്ക് കിട്ടും. ബാറ്റർ കുറച്ച് തിക്കായും തോന്നുമ്പോൾ ബാക്കിയുള്ള മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഫോൾഡ് ചെയ്തെടുക്കാം. ഹണി കേക്ക് സാധാരണ ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തി പോലെ കുഴച്ചെടുത്തതിന് ശേഷം അതിങ്ങനെ പരത്തിയെടുക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മൾ സാധാ കേക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കേക്ക് മോൾഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 5.5 ഇഞ്ചിൻ്റെ കേക്ക് മോൾഡാണ്. ഇതിലേക്ക് ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ്സിലും ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനി നമ്മൾ കൺവെക്ഷനിലാണ് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ബേക്ക് ചെയ്യുന്നതിന് മുമ്പേ ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 180 ഡിഗ്രിയിൽ അവൻ പ്രീ ഹീറ്റ് ചെയ്ത ശേഷം 25 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കേക്ക് ബേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്കിതിൻ്റെ ലെയേഴ്സ് കട്ട് ചെയ്യാം. ഹണി കേക്ക് ശരിക്കും ഒരുപാട് ലെയേഴ്സ് ഉള്ള കേക്കാണ്. അപ്പോൾ ഞാനിത് ടോട്ടലി ഒരു 6 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഒരു കേക്ക് 3 ലെയറായിട്ട്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് പോർഷൻ ഞാനിപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു പോർഷൻ 2 കേക്കിൻ്റെയും നമ്മൾ പൊടിച്ചെടുക്കാൻ പോവാണ് ലാസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ട്. ഇപ്പോൾ ലെയേഴ്സ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 6 ലെയറിൻ്റെ കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി അടുത്തതായിട്ട് ക്രീം വിപ്പ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് വിപ്പ് ചെയ്തെടുക്കാം. ക്രീം നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് കേക്കിൽ ഒഴിക്കാനുള്ള സിറപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് 1/2 കപ്പ് പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ തേനും 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇളം ചൂടുള്ള പാലാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് കേക്ക് ലെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കേക്ക് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കേക്ക് ബേസിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുക. എന്നിട്ട് ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ലെയറിലേക്ക് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന പാലിൻ്റെ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ എത്രത്തോളം സിറപ്പ് ചേർക്കുന്നോ അത്രത്തോളം സോഫ്റ്റായി തന്നെ കേക്ക് വരും. അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് പാലിൻ്റെ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇതിലേക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ ചെയ്യുക, കാരണം ഇത് വിസിബിൾ ആണ്. നമ്മൾ പുൾമിയപ്പ് കേക്ക് ആയതുകൊണ്ട് പുറമേ നമ്മൾ ക്രീമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ലെയേഴ്സ് എല്ലാം നന്നായിട്ട് കാണും ഈ ഒരു കേക്കിന്. ക്രീം ലെയർ ചെയ്തതിന് ശേഷം അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ പാലിൻ്റെ സിറപ്പ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വിപ്പിംഗ് ക്രീമിൻ്റെ ലെയർ വെക്കുക. ഇതേപോലെ നമുക്ക് 6ാമത്തെ കേക്കിൻ്റെ ലെയർ വരെ ചെയ്തെടുക്കാം. ഇപ്പം നമ്മളുടെ ഹണി കേക്കിൻ്റെ ലെയറിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. 6 ലെയേഴ്സും ഞാനിപ്പോൾ വെച്ച് അതിൻ്റെ മേലെ വിപ്പിംഗ് ക്രീം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് 1.5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം. പുൾമിയപ്പ് കേക്കിൻ്റെ മേലെ ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ക്രീം ലെയറാണ് അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ബാക്കി വന്ന ക്രീമിലേക്ക് 1.5 കപ്പ് വിപ്പിംഗ് ക്രീമും 4 ടേബിൾ സ്പൂൺ തേനും 2.5 ടേബിൾ സ്പൂൺ യോഗേർട്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ഹാൻഡ് വിസ്കോ ബീറ്ററോ യൂസ് ചെയ്ത് 2 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു ക്രീമി കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് നമ്മൾ സാധാരണ ക്രീം ചെയ്യുന്ന പോലെ ഒരുപാട് സ്റ്റിഫായി പോകരുത്. അടുത്തതായിട്ട് നേരത്തെ നമ്മൾ മാറ്റി വെച്ച കേക്കിൻ്റെ ടോപ്പ് ലെയർ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ഫൈൻ പൗഡറായിട്ട് പോകരുത്, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ ഗ്ലാസ് ഷീറ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ A4 സൈസിലുള്ള 2 ഷീറ്റ് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. 1.5 മണിക്കൂറിന് ശേഷം കേക്ക് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്ലാസ് ഷീറ്റ് നമുക്ക് ഇതിലേക്ക് ഒന്ന് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് ടേപ്പ് കൊണ്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ടൈറ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഇത് നമ്മൾ ക്രീം ഒഴിക്കുമ്പോൾ സൈഡിലൂടെ താഴെ വീണു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഗ്ലാസ് ഷീറ്റ് കൊണ്ട് കേക്കിൻ്റെ സൈഡ്സൊക്കെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നേരത്തെ നമ്മൾ എടുത്ത് വെച്ച് ക്രീം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ വിപ്പ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു തിക്ക് ലെയറാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മേലെ നേരത്തെ നമ്മൾ എടുത്ത് വെച്ച കേക്ക് ക്രംസ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ പുൾമിയപ്പ് കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്ലാസ് ഷീറ്റ് ഒന്ന് പുൾ ചെയ്ത് ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ക്രീം സോസൊക്കെ നല്ല രസമായിട്ട് തന്നെ എല്ലാ സൈഡിലും ഈക്വലായിട്ട് വീണിട്ടുണ്ട്. ഇത് പുള്ളി നിന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതിൽ നിന്ന് മുറിച്ച് കാണിക്കാം. നല്ല ലെയേഴ്സൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പുൾമിയപ്പ് റഷ്യൻ ഹണി കേക്ക് റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, വളരെ ടേസ്റ്റിയാണ്. ഹണി ഫ്ലേവറും അതിൻ്റെ ഒരു കേർഡിൻ്റെ ഒരു ഫ്ലേവറും ഒക്കെ വരുമ്പോൾ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം.